കുറേ നാൾക്ക് ശേഷം അങ്ങനെ വീട്ടിലെത്തി. എത്ര കാലമായി ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കയറട്ടെ. ഓ, എത്ര നാളായി ഞാൻ ഇവിടെ വാ. എൻ്റെ പഴയ കട്ടില്, എൻ്റെ ബെഡ്റൂം. വാ, പണ്ട് എപ്പോഴും ഈ ഗെയിമും കയറ്റി കളിച്ച് ഏതായിരുന്നു ഞാൻ. വാ, ഓർമ്മകൾ തന്നെയാണ്. അതൊക്കെ ഒരു കാലം. ഹലോ, ഇത് ആരാ വിളിക്കുന്നത്? കുറേ നാളായല്ലോ. എടാ മോനെ, നിനക്കൊരു ജോലി വന്ന് നീ എടുക്കുമോ? ജോലിയോ? ഒരു ജോലിയില്ല ഇരിക്കുമോ? എന്ത് ജോലിയാ മോനീ? ഒരു കാറൊക്കെ വിൽക്കുന്ന ജോലി. കാറ് വിൽക്കുന്ന ജോലി. കാറ് വിൽക്കുന്നെങ്കിൽ കാറ് വിൽക്കുന്നത് അത് മതി. മോനെ, കാറ് വിൽക്കുന്ന വേറെ ഒരാൾ എടുത്തു കേട്ടോ. സോറി മോനെ, ചായക്കട നന്നാണ് നടത്തുമോ? ചായക്കടയോ? ഓക്കെ, ചായക്കട എങ്കിൽ ചായക്കട. എത്ര പൈസ കിട്ടും ഒരു മാസം? ഒരു മാസം 5000 രൂപ, ഒരാഴ്ചയാണെങ്കിൽ മോന് 1000 രൂപ. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. നല്ല ഇതല്ലേ? ഇന്ന് തന്നെ കയറാൻ പറ്റുമോ? മോനെ, ഇന്ന് തന്നെ കയറാം. എന്നാൽ ശരി, ഞാൻ വരിക. അപ്പച്ചൻ ഫോൺ കട്ട് ചെയ്തോ? ശരി മോനെ, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കയറിയതേ ഉള്ളൂ. അപ്പച്ചേക്ക് വരാം. ഒന്നിച്ചോളൂ. പിന്നെ ജോലിയില്ല, അത് വേറെ കാര്യം. ഉള്ളത് വെച്ച് ഊണെന്നല്ലേ പറയുന്നത്. പുതിയ ജോലിയും കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് നടക്കാം. അല്ലാതെ എന്തു പറയാനാണ്? ഓരോ കോടീശ്വരൻ്റെയൊക്കെ മക്കളെ കാണണം. നല്ല ഡ്രസ്സും ഇട്ട് നല്ല ആകെ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബൈക്ക്, സെക്കൻഡ് ഹാൻഡിൻ്റെ ബൈക്കും, പിന്നെ ആകെ മറ്റേ വേസ്റ്റ് ബിന്നിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഉണക്ക ബാഗ് കീറിപ്പോയില്ല. പിന്നെ ആകെ പുത്തനായിട്ടുള്ള ഈ ഉടുപ്പ് മാത്രമാണ്. അല്ല, ഉടുപ്പല്ല, ഈ ബാഗ് മാത്രമാണ്. വേറെ എന്തോ ഉള്ളത് എനിക്ക് സ്വന്തമായിട്ട് ഒരാവശ്യത്തിന് പോലെ നോക്കിയാണ് അറിവില്ല. എനിക്ക് സപ്പോർട്ടില്ല. എല്ലാവരും അങ്ങ് പോവല്ലേ. ഈ വീഡിയോ കാണുന്നവർ പോലും എനിക്ക് സപ്പോർട്ടില്ല. ഈ വീഡിയോ കാണുന്നവർ ഇപ്പോഴും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യുമോ? എനിക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്? ലൈക്ക് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാത്തവർ ഈ വീഡിയോ കാണണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ പോട്ടെ, എൻ്റെ യാത്ര എന്തെങ്കിലും ആകട്ടെ. എന്നാലല്ലേ ഈ പറഞ്ഞ് നടക്കുന്നതിലും വേണം അങ്ങനെ വല്ല ഓടിച്ചു പോകട്ടെ. അപ്പോൾ പോട്ടെ. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ ആയിട്ട് കണ്ടുമല്ലോ കടാന്ന് പറഞ്ഞ ചായക്കട. എന്തായാലും അങ്ങോട്ടൊന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. വണ്ടി ഇവിടെ വല്ലതും പാർക്ക് ചെയ്യില്ല. അതേ പറ്റുള്ളൂ. വേറെ എന്ത് ചെയ്യാനാ? എവിടെ കട? ഇവിടെ വല്ലതും ആണോ? ഇവിടെ ഒരു അമ്മച്ചി നിൽപ്പുണ്ട്. ആ അമ്മച്ചോട് ഇല്ല. അമ്മച്ചി, സുധാകരൻ ചായക്കട ഇവിടെ അല്ല? എടാ മോനെ, നീ ചോദിക്കണ സുധാകരൻ അപ്പച്ചൻ്റെ ചായക്കടയാണോ? അതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ കിട്ടും. അങ്ങോട്ടോ? ശരി അമ്മച്ചി, എന്നാൽ ഇത്ര ഉപകാരം ചെയ്തതിന് നന്ദിയുണ്ട്. ഞാൻ പോവാണേ താറ്റാ. നല്ല തങ്കപ്പെട്ട അമ്മച്ചിയാണ് കേട്ടോ കായ്. തങ്കപ്പെട്ട കായ് അമ്മച്ചി. ഒക്കെ എന്തോ വേണം വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. അമ്മച്ചി പാവം അമ്മച്ചി, ഇതുവരെ എനിക്ക് മാറ്റി തന്നു. നല്ല തങ്കപ്പെട്ട അമ്മച്ചിയാണ്. എനിക്കതെല്ലാം മാറ്റി തന്നെ. പാവം അമ്മച്ചി. ഇതാണ് കേട്ടോ സുധാകരൻ അപ്പച്ചൻ്റെ ചായക്കട. ഇതായിരുന്നു അപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രീക്കനായ അപ്പച്ചൻ. അപ്പച്ചനാണോ? പോടാ ചിക്കുമാ പോയേ. നല്ലത് കിട്ടി. അപ്പച്ചൻ പറഞ്ഞ നീ പൂക്കളുടെ ഇടയിൽ ഒരു താക്കോല് വെച്ചേക്കാണ്. താക്കോല് കിട്ടി. ചായക്കടയുടെ ഓണാക്കാനുള്ള താക്കോല് കിട്ടി. ഇതാണ് തോന്നുന്നത്. ഇവിടെ ഇത് ബുള്ളറ്റ് വല്ലതും ആണോ? വർക്കായി. കുറച്ച് പേർക്ക് ചായ കൊണ്ടുകൊടുക്കുക. കസ്റ്റമേഴ്സാണ്. കോഫി എന്നാ പിടിച്ചോ. കോഫിയൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ചായ കൊണ്ടുപോകുക, അവർക്ക് കൊടുക്കാം. പൊറോട്ടയും ബീഫും. ഓക്കെ, പൊറോട്ടയും ബീഫും എങ്കിൽ പൊറോട്ടയും ബീഫും. പ്രപ്പോസ് ഒന്നും ഇവിടെ നടത്തുകയില്ല. അങ്ങോട്ട് വല്ലതും പോയി ചെയ്തോ.
24 മണിക്കൂർ. നമ്മളൊക്കെ സിഗ്മ ബോയ്സാ. സിഗ്മ നമ്മുടെ ജോലി എന്തായാലും നടത്തട്ടെ. എന്നാ നിങ്ങളുടെ ചായയും പരിപ്പോളയും അങ്ങനെ എല്ലാം കഴിഞ്ഞു. അല്ല ഇതാരാ പിന്നെയും വിളിക്കുന്നേ? മച്ചോനെ നീ ഇവിടെ വന്നോ? എടാ നീ അപ്പു അല്ലേ? അപ്പു നീ ഇവിടെ ആണോ? എടാ മച്ചാൻ നീ ഇവിടെ വന്നോ? എടാ നിന്റെ വീട് ഇവിടെ ആണ് പുതിയത് മാറ്റിയത്? ഇവിടെ ഞാനാ ഇത്. എടാ നീയോ? വണ്ടി കയറ്. എടാ നീയായിരുന്നോ? ഞാൻ ഓർത്ത് നീ മാറില്ല ആള്. നീ കൊള്ളാം കേട്ടോ. നിൽക്ക ഞാൻ പോയി നിന്റെ വീടൊന്ന് കാണിക്കേ. ഇതാണോ എൻ്റെ വീട്? നേരെ പൊയ്ക്കാം. അതാ എൻ്റെ വീട്. വലിയ സെറ്റപ്പൊന്നും ഇല്ലല്ലേ? അതിൻ്റെ സെറ്റപ്പും പ്രതീക്ഷിച്ച് വന്നതാണ്. അതുപോലെ നല്ല വീട്. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയില്ല ഒരു വീട് നിനക്ക്. ഇവിടാണ് നീ കിടക്കുന്നത്. ജസ്റ്റ് ഒരു കല്യാണ പോലും ഇല്ലാത്ത വീട്. ഉള്ളത് വെച്ച് ഊണെന്നല്ലേ. കുറച്ച് നേരം ഇനി ഒന്ന് കിടക്കട്ടെ. കസ്റ്റമേഴ്സ് ഒന്നും കുറച്ച് പേരെ ഉണ്ടല്ലോ. എന്തായാലും മാക്സിമം നമുക്ക് ഒരു 30 കുറച്ച് കൂട്ടിയാൽ 1000 രൂപ ഇപ്പം നമ്മൾ സെയിൽ ചെയ്ത് ചായയൊക്കെ വിറ്റ് കുറേ പേരോട് നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ സുധാകരനപ്പച്ചനെ എങ്ങനെയാണ് തപ്പി കണ്ടെത്തി പൈസ ഒട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. നല്ല വൃത്തിയായിട്ട് ഉറങ്ങണം എന്നാ കേട്ടാ. സുധാകരനപ്പച്ചൻ ഇതാണോ സുധാകരനപ്പച്ചൻ? പക്ഷേ സുധാകരനാണോ? മോനെ ഞാൻ സുധാകരനാ. മോനാണോ മറ്റാ ഞാൻ പറഞ്ഞ ജോലിയും തപ്പി വന്നേ? അപ്പം അപ്പച്ചൻ തന്നെയാണ്. ഇന്നത്തെ കളക്ഷൻ എൻ്റെ പൈസ ഞാൻ ഇന്ന് മൊത്തം ഊറ്റിപ്പിടിഞ്ഞ പൈസ ചെയ്ത് അപ്പച്ചൻ വെച്ചാൽ എനിക്ക് ആഴ്ചയിലും ഞാൻ പോകും കേട്ടോ. അതുകൊണ്ട് 1000 രൂപ തന്നാൽ മതി മാക്സിമം. അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ കേട്ടാൽ മതിയായിരുന്നു. നമുക്ക് പോയി കുറച്ച് നേരം എനിക്ക് ഉറങ്ങണം. ഉറങ്ങട്ടെ ഒന്ന്. കുറേ നാളെ നല്ല സൂക്ഷിച്ചുറങ്ങിയിട്ട് തറയിലൊക്കെ കിടന്ന് തണുത്ത് ഫാനും ഇല്ലല്ലേ. ജസ്റ്റ് നേരം ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും. ഇതിൻ്റെയും നമ്മൾ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും. കടയുടെ പാർട്ട് 2 നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാനിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാൻ വരെ വീണ്ടും കാണും വരെ നന്ദി.